അല്ല ടീച്ചറെ, നാട്ടിൽ പോയ നമ്മുടെ ചേട്ടന്റെ വിവരെന്താണ്? ഒന്നും പറയണ്ട, മൂപ്പർ അവിടെ കേസും കൂട്ടായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ഏതോ ഒരുത്തര് പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി കുറെ കാശ് കടം കൊടുത്തു. കൊറോണ വന്നപ്പോ അതും പോയി. പിന്നെ അത് കഴിഞ്ഞ് നാട്ടില് ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊടുത്തു പിന്നെയും കാശ്. നമ്മളിവിടെ അല്ലേ, ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവൻ ഭൂലോക തട്ടിപ്പുകാരനാണ്. ഇനി എന്താ അതിന്റെ പുറകെ ഓടുക തന്നെ. ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്നത് ആരാന്നറിയാം? നമ്മള് മലയാളികൾ. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കേട്ടാൽ അപ്പ ചാടി ഇറങ്ങും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ അതിന്റെ ബാക്കിൽ പറ്റിക്കപ്പെട്ട് കഴിയുമ്പോൾ കേസായി, കൂട്ടായി, പിന്നെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്തൊരു കഷ്ടാ നമ്മൾ മലയാളികൾ. അതല്ല വക്കീലെ, നമ്മൾ പ്രവാസത്തിൽ നാട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് എന്ത് കേൾക്കുമ്പോഴും അതിന്റെ പിന്നാലെ പോകുന്നത്. സത്യം പറയാലോ, ഞാനും അതിന് കുടുങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് എന്തൊക്കെ തട്ടിപ്പായിരുന്നു. ആട്, മാഞ്ചിയം, തേക്ക്. ഇപ്പോഴോ ബിറ്റ്കോയിൻ, സൂപ്പർ മാർക്കറ്റ്, ഓൺലൈൻ തട്ടിപ്പ് പല പേരിലാണ്. ആ ഹൈറിച്ച് ടീമില്ലേ, കഴിഞ്ഞ പ്രാവശ്യം അവരിവിടെ ജിദ്ദയിൽ വന്നിരുന്നു. എത്ര പ്രാവശ്യമാണ് അവരെന്നെ വിളിച്ചത്. അവസാനം അവരുടെ ഫോൺ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇവരെ പോലുള്ള തട്ടിപ്പുകാരെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലേ. എന്തൊരു കഷ്ടം. എത്ര ശ്രദ്ധിച്ചിട്ടും എത്ര വലിയ ആളായിട്ടും ഒന്നും ഒരു കാര്യമില്ലെന്ന്. ഈ തട്ടിപ്പുകാർക്ക് ഒരു പ്രത്യേക മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ മോഡ് ഓഫ് ഓപ്പറേഷനിൽ കുടുങ്ങിപ്പോകുന്നവരൊക്കെ ഹൈ പ്രൊഫൈലുകാരാണെന്നുള്ള വളരെ രസകരമായ കാര്യം. അത് ശരിയാണ്. എന്റെ ഒരു ബന്ധുവിനെയും ഇതുപോലെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടിയിട്ടുണ്ട്. അതും ഒരു ഹൈ പ്രൊഫൈൽ ഡോക്ടർ. നമ്മളിപ്പോ കേൾക്കുന്നതല്ലേ ജോലി തട്ടിപ്പിനെ കുറിച്ച്. പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തി ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ കൊണ്ടുപോകുന്നുണ്ടെന്നേ. തട്ടിപ്പുകാർ എവിടെയുമുണ്ട്. കുടുങ്ങാൻ നോക്കേണ്ടത് നമ്മളാണ്. ജാഗ്രത, അതാണ് വേണ്ടത്. ഭയം വേണ്ട, കരുതൽ മതി.